നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മഹോപദ്രവ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിപ്പാൻ ഇടയായല്ലോ. വീണ്ടും നാം തുടർന്ന് ചിന്തിക്കുമ്പോൾ അടുത്തതായിട്ട് നടക്കേണ്ടുന്നതായ സംഭവമാണ് സഹസ്രാബ്ദ വാഴ്ച അഥവാ 1000 ആണ്ട് വാഴ്ച. കർത്താവ് എന്ന സഭയെ ചേർത്ത് മധ്യാകാശത്തിൽ പോയി 7 വർഷക്കാലം കഴിഞ്ഞ് ഭൂമിയിലേക്ക് വീണ്ടും കടന്നു വന്ന് 1000 ആണ്ട് വാഴ്ച നടക്കുന്ന ആ സംഭവം അഥവാ അതിനിടയിൽ നടക്കുന്ന മഹോപദ്രവ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അതിന് ശേഷമായിട്ട് യഹോവയായ ദൈവം ദാവീദിന്റെ സിംഹാസനം പുത്രന് കൊടുക്കും. അവന്റെ മണവാട്ടി അഥവാ സഭ 1000 കൊല്ലങ്ങൾ മണവാളനോടുകൂടെ വാഴുകയും ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് ദൈവവചന വെളിച്ചത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ ഹർമഗദോൻ യുദ്ധത്തിന് ശേഷം അന്ന് ജീവിക്കുന്ന ജാതികളെ ന്യായം വിധിക്കുകയും യഹൂദനെ ശുദ്ധീകരിച്ച് ഈ ഭൂമിയിൽ കർത്താവും തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരും കൂടി 1000 ആണ്ട് അക്ഷരീകമായി വാഴുകയും ചെയ്യുന്ന ആ കാലഘട്ടമാണ് എന്ന് വീണ്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അന്ന് യഹൂദൻ അതേപോലെ മണവാട്ടി സഭ, പഴയ നിയമ വിശുദ്ധന്മാർ, ദൈവഭയമുള്ള ജാതികൾ എന്നീ 4 കൂട്ടർ ഇവിടെ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിന്റെ രാജ്യം വരയണമേ എന്ന പ്രാർത്ഥന അന്നാണ് സഫലമായി തീരുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അഥവാ യഹോവ സർവഭൂമിക്കും രാജാവാകുമെങ്കിലും ഇസ്രായേലിന്റെ ദൈവം എന്ന നിലയ്ക്ക് വാഗ്ദത്ത ദേശം കേന്ദ്രമാക്കിയായിരിക്കും താന് ഭരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15:18 മുതൽ 21 വരെ, പുറപ്പാട് പുസ്തകം 23:21, ആവർത്തന പുസ്തകം 11:24 ഈ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ആ ഭൂമി അഥവാ ആ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച നടക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇസ്രായേലിന് പടിഞ്ഞാറ് നീലനദി മുതൽ കിഴക്ക് യൂഫ്രട്ടീസ് നദി വരെ ഏതാണ്ട് 1100 മൈൽ നീളത്തിലും, വടക്ക് ലെബാനോൻ അഥവാ ഹമാത്ത് മുതൽ തെക്ക് അറേബ്യ ഭൂമി അഥവാ കാദേശ് വരെ ഏതാണ്ട് 700 മൈൽ വീതിയിലുള്ള ഭൂപ്രദേശങ്ങളായിരിക്കും അവിടുന്ന് ഭരിക്കുന്നത്. അത് എഹെസ്കേൽ പ്രവചനം 48:1, 48:28 തുടങ്ങിയ വാക്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലോകത്തിന്റെ മധ്യസ്ഥാനമായ യെരുശലേമായിരിക്കും തന്റെ ഭരണ കേന്ദ്രം എന്നും യെശയ്യാ പ്രവചനം 24:23, മീകാ പ്രവചനം 4:1-2, ഇരമ്യ 2:2-3, മത്തായി 5:35 തുടങ്ങിയ വാക്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഇപ്രകാരം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ഇസ്രായേലിന് അഥവാ ആ ദേശമായിരിക്കും യേശു ക്രിസ്തുവിന്റെ ഭരണ പ്രദേശം. കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം 12 അപ്പോസ്തലന്മാർ, 12 സിംഹാസനങ്ങളിലിരുന്ന ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22:28 മുതൽ 30 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാം. സഭയും മറ്റ് വിശുദ്ധന്മാരും ആ സദസ്സിൽ സന്നിഹിതരായിരിക്കും. അന്നത്തെ ഭരണരീതി ഇതേവരെയും സ്ഥാപിതമാകാത്ത ദൈവാധിപത്യം അഥവാ തെയോക്രസി ആയിരിക്കുമെന്ന് സക്കരിയാ പ്രവചനം 14:9 നമുക്ക് മനസ്സിലാക്കാം. നീതിയോടും പരമാർത്ഥതയോടുമുള്ള ഭരണമായിരിക്കും അന്ന് നടക്കുന്നത് എന്ന് യെശയ്യാ പ്രവചനം 11:1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ഭരിക്കപ്പെടുകയാണ്. ഒരു നീതിയോടുകൂടിയ ഭരണം നമുക്ക്
ഒരിക്കലും കിട്ടുന്നില്ല. നമ്മൾ അടിച്ച് അമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് പ്രത്യേകിച്ച് ദൈവജനത്തിന് ഈ ലോകത്തിൽ ഉള്ളത്. എന്നാൽ അന്ന് മണവാളനോടുകൂടി മണവാട്ടി സഭ വാഴുകയും ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതുപോലെ 12 അപ്പോസ്തലന്മാർ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുകയും ചെയ്യുന്ന ആ അനുഭവമാണ് 1000 ആണ്ട് വാഴ്ചയിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. അനന്തരമായിട്ട് നടക്കുന്ന സംഭവങ്ങളും ഭൂമിയുടെ അവസ്ഥകളും നമുക്ക് തുടർന്നും ചിന്തിക്കാവുന്നതാണ്. കർത്താവ് അവരെയും അനുഗ്രഹിക്കട്ടെ. കാൽവരിയിൽ